3യുടെ ഇൻസ്ട്രുമെന്റ്സിന്റെ പേരെന്തൊക്കെ? ചന്ദ്രയാൻ 3യും ലാൻഡറുടെയും കാലാവധി എത്ര? മൂന്നാമത്തത്, ചന്ദ്രയാൻ 3യുടെ എതിരാളിയായ ലൂണാർ 25ന്റെ കഥ കേൾക്കാം. വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ പിയർ മൂൺലൈറ്റ്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ കേൾക്കാൻ വേണ്ടിയുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതിന്റെ പേര് ILSA. ചന്ദ്രന് എന്തെങ്കിലും തെർമൽ ആക്ടിവിറ്റീസ്, പ്ലാസ്മ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി രംബ LP എന്ന് പറഞ്ഞ 2 ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെയും ചന്ദ്രന്റെയും കൃത്യദൂരം അറിയാൻ വേണ്ടി ഒരു ലേസർ ഇൻസ്ട്രുമെന്റ് ആണ്. ഏറ്റവും ഹൈലൈറ്റുള്ള കാര്യം പറഞ്ഞത് ഇന്ത്യയുടെ അല്ലാതെ നാസയുടെയാണ്. നാസ നിർമ്മിച്ചിട്ട് ഇന്ത്യക്ക് നൽകിയതാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ മണ്ണിനെ പഠിക്കാൻ വേണ്ടി APXX എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് ആണ്. ചന്ദ്രന്റെ റോവറിന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ഒരു ലൂണാർ ഡേ ആണ്. എന്ന് പറഞ്ഞാൽ ചന്ദ്രനിലെ ഒരു ലൂണാർ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭൂമി സംബന്ധിച്ച് 14 ദിവസമാണ്. നൂറ്റാണ്ടുകൾ തൊട്ട് തുടങ്ങിയ ഒരു മത്സരമായിരുന്നു ആര് ചന്ദ്രനെ കീഴടക്കുമെന്ന്. അതിലെ ഒന്നാമത്തെ മത്സരാർത്ഥിയായിരുന്നു റഷ്യ. ആദ്യമായിട്ട് ചന്ദ്രൻ തൊട്ട രാജ്യവുമായിരുന്നു റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ. 1959 വിട്ട ലൂണാർ 2 ആയിരുന്നു അത്. ലൂണാർ 2 അതൊരു ഇമ്പാക്ടറാണ്. അന്ന് പറഞ്ഞാൽ ചന്ദ്രനിൽ പതുക്കെ ഇറങ്ങുന്നതിന് പകരം നല്ല സ്പീഡിൽ വന്ന് പതിക്കുകയാണ് ഇമ്പാക്ടർ ചെയ്യുന്നത്. മറ്റൊരു ഉദാഹരണമാണ് ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1ഉം ഇമ്പാക്ടറിനെ ഉപയോഗിച്ചാണ് ISRO നമ്മുടെ ചന്ദ്രനെ തൊട്ടത്. സോവിയറ്റ് യൂണിയൻ അതോടെ ജയിച്ചതോടെ സോവിയറ്റ് യൂണിയനും അമേരിക്കയും കൂടെ വലിയ സ്പേസ് മത്സരങ്ങൾ തുടങ്ങുകയാണ്. സോഫ്റ്റ് ലാൻഡ് ചെയ്തതും സോവിയറ്റ് യൂണിയനാണ്. എന്താണ് സോഫ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞാൽ ഉപരിതലത്തിൽ ഒന്നും ഇടിക്കാതെ, പേടകത്തിനൊന്നും കേടുപാടുണ്ടാവാതെ തറയിൽ ഇറക്കുന്നതിനാണ് സോഫ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത്. 1966 സോവിയറ്റ് യൂണിയന്റെ ലൂണാർ 9 ആയിരുന്നു ഫസ്റ്റ് വിജയകരമായിട്ട് സോഫ്റ്റ് ലാൻഡ് ചെയ്ത രാജ്യം.